നമ്മുടെ 30 ദിവസം ചേർന്നത്, അതായത് നമ്മുടെ ഒരു മാസം എന്ന് പറയുന്നതാണ് പിതൃക്കളുടെ ഒരു ദിവസം. വേണ്ട കർമ്മം അവരെ സംബന്ധിച്ച് എല്ലാ ദിവസവും ലഭിക്കുന്നതിന് തുല്യമാണ്. ചന്ദ്രന്റെ കല കുറഞ്ഞു വരിക എന്നുള്ളത് പിതൃക്കളുടെ പുഷ്ടിയുമായിട്ടാണ് പറയുക. ഏറ്റവും കുറവുള്ളതാണ് അമാവാസി. ചില സ്ഥലങ്ങളിലൊക്കെ കർക്കടക വാവ്, തുലാവാവ്, കുംഭവാവ്, പിന്നെ മേടമാസത്തില് ഈ 4 എണ്ണത്തിന് വളരെ പ്രാധാന്യം കൊടുത്ത് ചെയ്യാറുണ്ട് ചില ഇടങ്ങളിലൊക്കെ. എന്തിനാണ് സന്താനങ്ങൾ ഉണ്ടാവുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ മോക്ഷപ്രാപ്തിയിലേക്ക് പോകുന്ന വഴിക്ക് കുറേ ഇടത്താവണങ്ങളുണ്ട്. അതിലൊന്നാണ് പും എന്ന് പറയുന്ന നരകം എന്നാണ് പറയുന്നത്. അതിൽ നിന്ന് നമ്മളെ രക്ഷിക്കുക പുത്രനാണ്. സൽക്കർമ്മം എന്ന് പറയുമ്പോൾ പലർക്കും അറിയില്ല. ഇതെല്ലാം മാറ്റിവെച്ച് പുണ്യം മാത്രമാണ് നമുക്ക് തുണയാകുന്നത് ആ യാത്രയിൽ. നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേരുണ്ട് സന്താനങ്ങൾ ഇല്ലാത്ത ദമ്പതിമാർ. അങ്ങനെ നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് മരിച്ചു പോയിട്ടുള്ള അത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് കർമ്മം ചെയ്യാൻ അവകാശപ്പെട്ട ദിനമാണെന്ന്. ദക്ഷിണായനത്തിലെ ആദ്യത്തെ അമാവാസി കർക്കിടകവാവ്. ഹൈന്ദവരായ നമ്മുടെ പ്രിയപ്പെട്ടവർ അന്നത്തെ ദിവസം അവരുടെ പൂർവികരെ സ്മരിക്കുകയാണ്. അതെ, അവസാനത്തോളം അവരെ നന്ദിയോടെ ഓർത്തുകൊള്ളാം എന്നൊരു വാഗ്ദാനം ചെയ്യുകയാണ്. ഇന്ന് നമ്മളോടൊപ്പം ശാരദാ അന്തർജനമാണുള്ളത്. മാഡം നമസ്തേ. നമസ്തേ. പിതൃക്കളെ സ്മരിക്കാൻ കർക്കിടകവാവ് തിരഞ്ഞെടുത്തതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഐതിഹ്യമുണ്ടോ? നമുക്ക് ഉത്തരായനം, ദക്ഷിണായനം, അങ്ങനെ 2 അയനങ്ങൾ ഉണ്ട് എന്നാണ് പറയുക. അതിൽ അയനങ്ങൾ പറയുന്നതിന് മുന്നേ മനുഷ്യരുടെ കാലഗണന, ദേവന്മാരുടെ കാലഗണന, പിതൃക്കളുടെ കാലഗണന എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളുടെ ഒരു ദിവസം, രാവ്, പകല് എന്നതൊക്കെ പറയുന്നത് ഈ പറയുന്ന മനുഷ്യർക്ക്, ദേവന്മാർക്ക്, പിതൃക്കൾക്ക് ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള കാലയളവാണ്. എല്ലാവർക്കും നമ്മുടെ ഒരു ദിവസം അല്ല ദേവന്മാരുടെ ഒരു ദിവസം, അതല്ല പിതൃക്കളുടെ ഒരു ദിവസം. പിന്നെയും ഉണ്ട് ബ്രഹ്മ കാലം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാലവിഭാഗങ്ങൾ നമുക്കുണ്ട്. അതില് നമ്മുടെ ഈ ഉത്തരായനവും ദക്ഷിണായനവും, അതിൽ ഉത്തരായനം ദേവയാനമെന്നും ദക്ഷിണായനം പിതൃയാനം എന്നുമാണ് പറയുക. അപ്പോൾ ദക്ഷിണായനം അതായത് പിതൃക്കൾക്ക് അവരുടേതായിട്ടുള്ള കാലത്തിൻ്റെ ആരംഭം. അതിൽ തന്നെ ചന്ദ്രനെയും സൂര്യനെയും അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പ്രവർത്തിക്കുന്നത്. അതല്ലെങ്കിൽ ഭൂമി ജീവന്റെ നിലനിൽപ്പ് തന്നെ ഇവരെ അടിസ്ഥാനമാക്കിയിട്ടാണ്. അതിൽ ചന്ദ്രൻ്റെ ആ കലകൾ വർദ്ധിച്ച് വരുംതോറും, അതായത് പ്രഥമാതിഥി, ദ്വിതീയാതിഥി എന്നൊക്കെ പറയുന്നത് ചന്ദ്രൻ ഇങ്ങനെ വെളുത്ത് ഒരു പൂർണ്ണ റൗണ്ട് അല്ലാതെ അല്ലേ, ഒരു കുഞ്ഞ് ചന്ദ്രക്കല തേങ്ങാപ്പൂളിന്റെ വലുപ്പത്തിൽ ഇത് വർദ്ധിച്ചാണ് വരിക. അപ്പൊ ചന്ദ്രന്റെ കല വർദ്ധിക്കുക എന്ന് പറയുന്നത് ദേവന്മാരുടെ പുഷ്ടിയും, ചന്ദ്രന്റെ കല കുറഞ്ഞു വരിക എന്നുള്ളത് പിതൃക്കളുടെ പുഷ്ടിയുമായിട്ടാണ് പറയുക. അതിൽ ഏറ്റവും കുറവുള്ളതാണ് അമാവാസി. അപ്പോൾ അന്നേ ദിവസമാണ് പിതൃക്കൾ വളരെ ഊർജ്ജസ്വലരായിട്ടുണ്ടാവുക. അപ്പോൾ ദക്ഷിണായനം ആരംഭിക്കുന്നത് നമ്മളെ സംബന്ധിച്ച് കർക്കിടകത്തിലാണ്. അപ്പോൾ കർക്കിടക മാസത്തിൽ പിതൃക്കൾ ഏറ്റവും ഓജസ്സോടുകൂടി അല്ലെങ്കിൽ ഊർജ്ജസ്വലരായിട്ട് നിൽക്കുന്ന ദിവസം അവർക്ക് ഈ ഒരു ദിവസമാണ്. അതെ, ഈ കർക്കിടക മാസത്തിലെ അമാവാസി ദിവസമാണ്. അപ്പോൾ അന്നാണ് അവരെ നമ്മൾ ഏറ്റവും അധികം സ്മരിക്കുന്നതും അവർക്ക് വേണ്ടുന്നതായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതും. അതാണ് ഈ കർക്കിടക വാവ് അമാവാസി എന്നുള്ളത്. എല്ലാ അമാവാസിയും വിശേഷം തന്നെയാണ് പിതൃക്കൾക്ക്. അപ്പോൾ നമ്മൾ ഈ കാലഗണന പറഞ്ഞില്ലേ, ഈ കാലഗണനയിൽ ഈ നമ്മളുടെ ഒരു മാസം അല്ല ഇവരുടെ പിതൃക്കളുടെ ഒരു മാസം എന്ന് പറയുന്നത്, അതല്ല ദേവന്മാരുടെ ഒരു മാസം എന്നൊന്നും പറയുന്നത്. അതിൽ നമ്മുടെ 30 ദിവസം ചേർന്നത്, അതായത് നമ്മുടെ ഒരു മാസം എന്ന് പറയുന്നതാണ് പിതൃക്കളുടെ ഒരു ദിവസം. അതിൽ ഒരു മാസം ഒരു ദിവസം, അതെ, അവരുടെ ഒരു ദിവസമാണ്. അപ്പോൾ അത് ചാന്ദ്രമാസ കണക്കിലാണ് ആ ഒരു ദിവസത്തെ പറയുക. അപ്പോൾ
നമ്മൾ ഈ നേരത്തെ പറഞ്ഞു അമാവാസിയിലാണ് പിതൃക്കൾ ഏറ്റവും ഊർജ്ജസ്വലരായിട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അമാവാസി ദിവസം നമ്മൾ എല്ലാ അമാവാസിക്കും പിതൃക്കൾക്ക് വേണ്ടുന്നതായിട്ടുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ, അവർക്കുള്ള ഭക്ഷണം കൊടുക്കുമ്പോൾ, അവർക്കുള്ള തീർത്ഥം നൽകുമ്പോൾ ഒക്കെ അതെല്ലാം എല്ലാ ദിവസവും പിതൃക്കൾക്ക് വേണ്ട കർമ്മം അവരെ സംബന്ധിച്ച് എല്ലാ ദിവസവും ലഭിക്കുന്നതിന് തുല്യമാണ്. എല്ലാ ദിവസവും തൻ്റെ പിൻഗാമികളിൽ നിന്ന് ഞങ്ങൾക്ക് ഭക്ഷണം ലഭിക്കുന്നു എന്ന അനുഭവമാണ് അവർക്കുണ്ടാവുക. അപ്പൊ എല്ലാ അമാവാസിയും വിശേഷം തന്നെയാണ് പിതൃക്കളെ സംബന്ധിച്ച്. അതേസമയം ദക്ഷിണായനം എന്ന് പറയുന്നത് പിതൃക്കളുടെ കാലമായതുകൊണ്ട് തന്നെ ആ ദക്ഷിണായനത്തിലെ ആദ്യത്തെ അമാവാസിക്ക് വളരെ വിശേഷപ്പെട്ടതായിട്ടുള്ള സ്ഥാനം നമുക്കിടയിലുണ്ട്. ജ്യോതിഷ സംബന്ധിയായ കൂടുതൽ വീഡിയോകൾക്കായി പുണ്യം ബൈ ഇന്ത്യ ലൈവിന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കണും കൂടെ അമർത്തണേ. ഇപ്പോൾ ബലി ഇടുക എന്ന് പറയുന്ന ഒരു കാര്യം, ഒരു ആചാരം, ഇത് എങ്ങനെയാണ് നമ്മൾ പിതൃക്കൾക്ക് വേണ്ടിയിട്ടുള്ള സ്മരണയായിട്ട് നമ്മൾ ഉൾക്കൊണ്ട് ചെയ്യുന്നത്? എങ്ങനെയൊക്കെയാണ്? കർമ്മത്തിനെ കുറിച്ചിട്ടാണ്, കർമ്മം ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ അത് ഈ നമ്മളെ സംബന്ധിച്ച് ശ്രൗത വിഭാഗമുണ്ട്, സ്മാർത്ത വിഭാഗമുണ്ട്. അതായത് സ്മൃതിയെ അനുവർത്തിച്ചിട്ട്, മനുസ്മൃതി എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ഈ സ്മൃതികളിൽ പറയുന്ന ചില സമ്പ്രദായങ്ങളുണ്ട്, വേദങ്ങളിൽ പറയുന്ന സമ്പ്രദായമുണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം വരുന്നത് ഈ പിതൃക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ശ്രാദ്ധാദി കർമ്മങ്ങൾ, ബലിയിടൽ, ഇതെല്ലാം ഈ പറഞ്ഞ സ്മൃതികളിൽ പറയുന്ന സ്മാർത്ത സമ്പ്രദായത്തിൽ പെടുന്നതാണ്. അപ്പോൾ സ്മൃതികളിലാണ് കുറച്ചും കൂടെ വിശേഷമായിട്ട് ഇത്തരം സംഗതികളെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു വെക്കുന്നത്. ഇത് തന്നെ ഏകോദിഷ്ട ശ്രാദ്ധമായിട്ട് ചെയ്യാം, ബഹൂദിഷ്ട ശ്രാദ്ധമായിട്ട് ചെയ്യാം. ബഹു എന്ന് പറഞ്ഞാൽ ധാരാളം, ഏകം എന്ന് പറഞ്ഞാൽ ഒന്ന് അല്ലേ? അത് പറയാം. അതായത് നമ്മളിപ്പം മരിച്ചു പോയിട്ടുള്ള ഇപ്പോൾ അച്ഛനോ അമ്മയോ മുത്തശ്ശിയോ അങ്ങനെയുള്ള നമ്മുടെ തൊട്ട് മുന്നേയുള്ള തലമുറക്കാര് അവര് മരിച്ചു പോയി കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ചെയ്യുന്ന ശ്രാദ്ധം ഊട്ടുന്നത് ആ മരിച്ച തിഥി, അതല്ലെങ്കിൽ ഇപ്പൊ കേരളത്തിലെ കുറെ സ്ഥലങ്ങളിൽ നക്ഷത്രം, അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ട്. കുറച്ചും കൂടി തിഥിക്കാണ് കുറച്ചും കൂടി പ്രാധാന്യം വരിക. അപ്പൊ എന്തായാലും ഈ നക്ഷത്രമോ തിഥിയോ, അവർ മരിച്ചുപോയ നക്ഷത്രമോ തിഥിയോ ഏത് മാസം, മലയാള മാസത്തിലാണോ വരുന്നത്, ആ മാസത്തിലെ ആ ദിവസമാണ് നമ്മൾ ചെയ്യുക. അത് ആ ഒരു ഒറ്റ വ്യക്തിക്ക് വേണ്ടിയിട്ടാണ്. ആ മരിച്ചുപോയ അദ്ദേഹത്തിന്റെ പേരും നക്ഷത്രവും ഒക്കെ പറഞ്ഞിട്ടായിരിക്കും അത് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഏകോദിഷ്ടം എന്ന് പറയും. ഒറ്റയാൾക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന ശ്രാദ്ധകർമ്മം. അന്ന് നമ്മൾ ബലിയിടുന്നതൊക്കെ ആ ഒരു ഒറ്റ വ്യക്തിക്ക് വേണ്ടിയിട്ടായിരിക്കും. അതേ സമയത്ത് ഈ അമാവാസി ബലി, അതേപോലെ തന്നെ കർക്കിടക വാവ്, അതുപോലെ ശിവരാത്രി ബലി, ഇത്തരത്തിലുള്ള ഈ പറയുന്ന ഇതെല്ലാം അമാവാസിയോട് ചേർന്ന് വരുന്നതുമാണ് കേട്ടോ. കർക്കിടകത്തിൽ മാത്രമല്ല, ചില സ്ഥലങ്ങളിലൊക്കെ കർക്കിടക വാവ്, തുലാവാവ്, കുംഭവാവാണ് ശിവരാത്രി ബലി എന്നും പറഞ്ഞിട്ട് നമ്മൾ കേൾക്കുന്നത്. പിന്നെ മേടമാസത്തില് ഇത്രയും ഈ 4 എണ്ണത്തിന് വളരെ പ്രാധാന്യം കൊടുത്ത് ചെയ്യാറുണ്ട് ചില ഇടങ്ങളിലൊക്കെ. അപ്പൊ ഞങ്ങളുടെ കണ്ണൂർ ഭാഗത്തേക്കൊക്കെ ഈ 4നും പ്രാധാന്യമുണ്ട്. അപ്പോൾ ഈ അമാവാസി ദിവസങ്ങളിൽ ചെയ്യുന്നത്, അതല്ലെങ്കിൽ ഇത്തരം വിശേഷപ്പെട്ട ദിവസങ്ങളിൽ ചെയ്യുന്നത് ബഹൂദിഷ്ടമാണ്. ബഹൂദിഷ്ടം എന്ന് പറയുമ്പോൾ അത് നമ്മളുടെ റിലേറ്റീവ് ബന്ധവരായിട്ടുള്ള മരിച്ചു പോയിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് മാത്രമല്ല. കർക്കിടകത്തിലേത്തേത് എല്ലാത്തിനും, അതൊക്കെ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ എല്ലാത്തിനോടും നമുക്ക് ചേർക്കാം. എങ്കിലും കുറച്ചും കൂടെ വിശേഷമായിട്ട് കർക്കിടകത്തിലെ വാവുബലിക്ക് ഈ നമ്മളുടെ അമ്മ വഴിക്കുള്ളതും അച്ഛൻ വഴിക്കുള്ളതും, അപ്പോൾ പിതൃബന്ധുക്കള്, മാതൃബന്ധുക്കള്, ഇത് കൂടാതെ നമുക്ക് ഇപ്പൊ നമ്മളുടെ ഈ ബന്ധുജനങ്ങളിൽ തന്നെ സന്താനങ്ങളില്ലാത്ത, കുട്ടികളില്ലാത്ത ദമ്പതിമാരൊക്കെ ഉണ്ടാവുമല്ലോ. അവരൊക്കെ മരിച്ചു പോയാൽ അവർക്ക് വേണ്ടിയിട്ട് ശരിക്കും പുത്രൻ ആണ് നമ്മളെ ആ പുന്നാമ നരകാത് ത്രായതേ ഇതി പുത്ര എന്നാണ് പറയുക. എന്തിനാണ് സന്താനങ്ങൾ ഉണ്ടാവുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ മോക്ഷപ്രാപ്തിയിലേക്ക് പോകുന്ന വഴിക്ക് കുറേ ഇടത്താവണങ്ങളുണ്ട്. അതിലൊന്നാണ് പും എന്ന് പറയുന്ന നരകം എന്നാണ് പറയുന്നത്. അതിൽ നിന്ന് നമ്മളെ രക്ഷിക്കുക പുത്രനാണ്.
നമ്മളുടെ സൽക്കർമ്മങ്ങളാണ് നമുക്ക് ഇവിടുന്ന് ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല അല്ലേ. നമ്മൾ എത്ര സമ്പാദിച്ച് എന്തെല്ലാം സമ്പാദിച്ചാലും എത്ര പേര്, പ്രശസ്തി, ധനം, ഇതൊന്നും നമുക്ക് ഇവിടുന്ന് പോകുമ്പോൾ നമുക്ക് തുണയാകില്ല. ആകെയുള്ളത് നമ്മുടെ പുണ്യം മാത്രമാണ്, നമ്മുടെ സൽക്കർമ്മങ്ങൾ. അതെ, സൽക്കർമ്മങ്ങൾ. സൽക്കർമ്മം എന്ന് പറയുമ്പോൾ പലർക്കും അറിയില്ല ഇത് എന്താണ് സൽക്കർമ്മം. ഞാൻ ആരെയും ദ്രോഹിക്കുന്നില്ല, ഞാൻ ആരെയും ഒന്നും ചെയ്യാൻ പോകുന്നില്ല, ഞാൻ എൻ്റെ പാഠം നോക്കി ജീവിക്കുന്നു. ഇതിനെയാണ് സൽക്കർമ്മം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് മാത്രവും പോരാ, നമ്മൾ അറിഞ്ഞും അറിയാതെയും ഒക്കെ ഒരുപാട് ഇപ്പം എന്താ നമ്മളിപ്പോൾ ഒരു അടിച്ചു വാരി അല്ലെങ്കിൽ കരിയിൽ അടിച്ചു കൂട്ടി കത്തിക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ജീവികൾ ഉണ്ടാകാം, ഇല്ലേ. നമ്മൾ ആരെയും ദ്രോഹിച്ചിട്ടൊന്നുമില്ല, പക്ഷെ അവരൊക്കെ അതിൽ നശിച്ചു പോയിട്ടുണ്ടാവും. ഇങ്ങനെ നമ്മൾ അറിയാതെ തന്നെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്, ഇല്ലേ. അപ്പോൾ ഇതെല്ലാം നമ്മളുടെ ഈ പറയുന്ന കർമ്മങ്ങളിൽ പെടും. സത്വം അസത്വമായിട്ടുള്ള കർമ്മങ്ങളിൽ പെടുന്നുണ്ട്. മറ്റൊരാളെ അറിഞ്ഞു ദ്രോഹിക്കാൻ മാത്രമൊന്നുമല്ല, നമ്മുടെ സംസാരം, നമ്മുടെ ചിന്തകൾ, നമ്മുടെ സംസാരം കൊണ്ടൊരു വ്യക്തിയെ വേദനിപ്പിച്ച് കഴിഞ്ഞാൽ ഞാൻ അയാളെ കുത്തിയിട്ടൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല, അതിനേക്കാൾ വലിയ വേദന കൊടുത്തിട്ടുണ്ടാകും, അല്ലേ. അപ്പോൾ നാടൻ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി കൊനഷ്ടമൊക്കെ പറയുക, കുശുമ്പും കൊനഷ്ടവും ഇതെല്ലാം ഇതിൽ പെടുന്നത് തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം മാറ്റി വെച്ച് പുണ്യം മാത്രമാണ് നമുക്ക് തുണയാകുന്നത് ആ യാത്രയിൽ. അപ്പോൾ ആ പുണ്യത്തിൽ എന്തെങ്കിലും പോരായ്മ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അനന്തര തലമുറ നമുക്ക് വേണ്ടി ചെയ്യുന്ന ഇത്തരം കർമ്മങ്ങളിൽ കൂടിയാണ് നമുക്ക് വീണ്ടും ആർജിച്ച് നമുക്ക് നേരെ യാത്ര മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുക. അപ്പോൾ ഈ പറഞ്ഞു പുത്രൻ സന്താനങ്ങളാണ് നമ്മളെ ആ നരകത്തിൽ നിന്നും പും എന്ന് പേരുള്ള നരകത്തിൽ നിന്ന് രക്ഷിക്കുന്നത് എന്ന് പറഞ്ഞു. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേരുണ്ട് സന്താനങ്ങൾ ഇല്ലാത്ത ദമ്പതിമാർ. അപ്പം അങ്ങനെ നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് മരിച്ചു പോയിട്ടുള്ള അത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് കർമ്മം ചെയ്യാൻ അവകാശപ്പെട്ട ദിനമാണെന്ന് കർക്കിടക വാവ്. അതേപോലെ ഇത് മാത്രമൊന്നുമല്ല, നമ്മളുടെ കുടുംബത്തിലുള്ള മരിച്ചു പോയിട്ടുള്ള എല്ലാ അംഗങ്ങൾക്ക് കുടുംബവുമായി ബന്ധപ്പെട്ട ആളുകളുണ്ടാവും. അതായത് നമ്മുടെ പരിചാരകരായിട്ടൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ, നമ്മളുടെ സുഹൃജനങ്ങളായിട്ടുള്ള ഉണ്ടായിരുന്ന ആളുകൾ, ഇങ്ങനെ നമുക്ക് പരിചയമുള്ളതോ അല്ലെങ്കിൽ നമുക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളതോ ആയിട്ടുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് പിതൃകർമ്മം ചെയ്യാൻ അർഹതപ്പെട്ട ദിവസമാണ് ഈ കർക്കിടക മാസത്തിലെ അമാവാസി. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പേർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കർമ്മത്തെയാണ്, അത്തരം ശ്രാദ്ധത്തെയാണ് ബഹൂദിഷ്ട ശ്രാദ്ധം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കർക്കിടക വാവ്, അതേപോലെ ഞാൻ പറഞ്ഞു 3-4 വാവുകൾ വരുന്നുണ്ട്. ഇതെല്ലാം ഈ ബഹൂദിഷ്ടമായിട്ട് ചെയ്യുന്ന ദിവസമാണ്. അപ്പോൾ പക്ഷേ സാധാരണ നമ്മളുടെ ഒരു ആചാരം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അച്ഛനമ്മമാർ, അതായത് കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന ആളുകളാണ് ഈ ബലികർമ്മങ്ങൾ ചെയ്യുക. അപ്പോൾ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കെ അങ്ങനെയുള്ള വ്യക്തികളല്ല ചെയ്യുന്നത്. അച്ഛനമ്മമാര് മരിച്ചു പോയ കുടുംബത്തിലെ മുതിർന്നവരാണ് ചെയ്യുക. ഇനി അവരത് ചെയ്യുന്നില്ല എങ്കിൽ ബാക്കിയുള്ളവർക്കത് ചെയ്യാം. അപ്പൊ ആരും ചെയ്യാതിരിക്കുക എന്നുള്ളതല്ല വേണ്ടത്, ഇവർക്ക് വേണ്ടിയിട്ട് അത് ആരായാലും ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ശരിയായിട്ടുള്ള രീതി. ജന്മാന്തരങ്ങൾ താണ്ടി നാം ഇവിടെ വന്നു നിൽക്കുമ്പോൾ നമ്മളെ ഇവിടേക്ക് നയിച്ച പൂർവികർക്ക് ബലിയർപ്പിച്ച് നമുക്ക് പുണ്യം നേടാം. ജ്യോതിഷ സംബന്ധിയായ കൂടുതൽ വീഡിയോകൾക്കായി പുണ്യം ബൈ ഇന്ത്യ ലൈവിൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കണും കൂടെ അമർത്തണേ.